രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. കിട്ടുന്നേട്ടാ, കാമധേനുവിന്റെ ഫലം. കാമധേനു ലോട്ടറി റിസൾട്ട്സ്. അയ്യോ, ഞാൻ അത് മറന്നു. എല്ലാവരും ഇങ്ങനെ പുറകെ വരണമെന്നില്ല, ഞാൻ പോയി നന്നായിക്കൊള്ളാം. അയ്യോ, എന്നെ പറ്റി വേറൊന്നും വിചാരിക്കണ്ട, ഞാൻ ടെലിഫോൺ നന്നാക്കാൻ വന്നതാണ്. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. ടെലിഫോൺ റിപ്പയർ ചെയ്യാൻ വെള്ളം വേണോ? അല്ല, കുടിക്കാൻ. ഹലോ, കേക്കാം കേക്കാം. എടാ പുല്ലേ, കൂടുതൽ ചളവാക്കാ, നീ പോരെ. ശരി. എല്ലാവർക്കും ദൈവം ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് പാട്ടുപാടാൻ, അഭിനയിക്കാൻ, കായിക തലത്തിൽ, എന്തിന് പെമ്പിള്ളേരെ വളയ്ക്കാൻ പോലും. ഞാൻ നോക്കിയിട്ട് എന്റെ ലൈഫിൽ ഒരു കഴിവും കാണുന്നില്ല. ഉപ്പയുടെ ക്യാഷ് കളഞ്ഞുപിടിക്കാനായി ഞാൻ ദിവസവും കോളേജിലെത്തും. കോളേജിൽ വരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. ക്യാൻറ്റീനിലെ ബാവുക്കാക്ക് എന്നോട് വലിയ പ്രണയമാണ്. ഒരു പക്ഷെ ഒരു ദിവസം കൂടുതൽ ടൈം ക്യാൻറ്റീനിൽ ചെലവഴിക്കുന്നത് ഞാനായതുകൊണ്ടാണ്. എന്റെ ലൈഫിലെ അപ്രതീക്ഷിതമായ സമയത്താണ് ജൂനിയറായ ഫക്രുവിന്റെ എൻട്രി. ഇങ്ങോ ആടാ. എന്താണ് നിന്റെ പേര്? ഏതാടാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടൊന്നും അല്ലല്ലോ. സംസാരിക്കുമ്പോ പിക്കുണ്ട്, അതാ. ശരി, പൊക്കോ പൊക്കോ. നമ്മളിൽ നിന്ന് വ്യത്യസ്തരായവരെ എന്നും നാം അകറ്റി നിർത്തും. അങ്ങനെ ഒരാളായി ഫക്രു മാറുന്നത് ഞാൻ കണ്ടു. സഹതാപം കണ്ടാണോ എന്നെനിക്കറിയില്ല. അന്ന് മുതലുള്ള എന്റെ യാത്രകളിൽ ഫക്രുവും കൂടെ ഉണ്ടായിരുന്നു. ഒരു താങ്ങായി, തണലായി, ഒരു സുഹൃത്ത് എന്നതിനപ്പുറമായിരുന്നു എന്റെ ഫക്രു. തട്ടത്തിൻ മറയത്തിലെ ഇംതിയാസിനെ പോലെ എന്റെ ലൈഫിലും ഒരു വില്ലനെത്തി. സപ്ലിയുടെ രൂപത്തിൽ. വീട്ടിൽ ഉമ്മ ചുട്ട 10 എണ്ണം പോലെയായിരുന്നു സപ്ലിയുടെ നില. 1, 2, 3, 4. എല്ലാവർക്കും എല്ലാതും കിട്ടി, എനിക്ക് മാത്രം എന്റെ ഈ സെമ്മു. സീൻ ഡാർക്കാണ്, ഒരു വേവുമില്ല എസ്കേപ്പ് ആവാൻ. ഞാൻ ദിവസവും കോളേജിലെത്താൻ വേറെ ഒരു കാരണം കൂടിയുണ്ട്. ഇവൻ എന്റെ ദിയ. കഴിഞ്ഞ 2 വർഷമായി ഞാനിവിടെ പിന്നാലെ വാലായി നടക്കുകയാണ്.
നാളെ ഇവളൊരു മറുപടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്ലിയുടെ എണ്ണം കണ്ടപ്പോൾ എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അവൾ ഇഷ്ടമാണെന്ന് എന്നെ പറയുമായിരിക്കും. എന്റെ പ്രണയം അത് സത്യമാണ്. ലഞ്ച് ടൈമിൽ ക്യാൻഡിൽ കാണാമെന്ന് ദിയ പറഞ്ഞിട്ടുണ്ട്. ലൈഫിൽ ഒരിക്കലും ടൈമിംഗ് വലിക്കാതെ ഞാൻ അന്ന് നേരത്തെ എത്തി, അതും അരമണിക്കൂർ മുമ്പ് തന്നെ. കുറെ നേരായോ വന്നിട്ട്? ഹേയ്, ഇപ്പൊ വന്നതേ ഉള്ളൂ. വല്ലതും കഴിച്ചോ? വിശേഷം ചോദിക്കാൻ പറ്റിയ ടൈം. എന്താ കഴിച്ചേ? ഉണ്ടംപൊരി. എന്തിയെ ഇവൾക്കിട്ടൊന്ന് താങ്ങിയാലും 2 വർഷമായി പിറകെ നടക്കുന്നു. സുഖവിവരം ചോദിക്കാൻ കണ്ട നേരം. എടി, നീ കാര്യം പറ, നിനക്കെന്നെ ഇഷ്ടാണോ? എന്റെ ലവർ എനിക്ക് തന്ന ലെറ്റർ ആണത്. ഇത് വായിച്ചാൽ നിനക്ക് മനസ്സിലാവും അവൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന്. ഇത് നിനക്ക് നേരത്തെ പറയാമായിരുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ. എനിക്ക് നിന്റെ സന്തോഷമല്ലേ ഏറ്റവും വലുത്. അവൻ തന്നെ നിന്നെ മൊഞ്ചനായി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. പഠിച്ചോനെ, ഇത് ഞാൻ അവൾക്ക് ആദ്യമായിട്ട് കൊടുത്ത ലെറ്റർ അല്ലേ? അപ്പൊ ശരിക്കും അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. കിട്ടുന്നേട്ടാ, കാമധേനുവിന്റെ ഫലം. കാമധേനു ലോട്ടറി റിസൾട്ട്സ്. അധികം വൈകാതെ ഞാൻ എന്റെ അടുത്ത കഴിവും തിരിച്ചറിഞ്ഞു. കിട്ടുന്നേട്ടാ, കാമധേനുവിന്റെ ഫലം. ഞാൻ നന്നായി ഓടുമെന്ന് ഒരു പട്ടി എനിക്ക് തെളിയിച്ചു തന്നു. ഒരു രസത്തിന് ആ കഴിവ് ഞാൻ കോളേജിലൊന്ന് പരീക്ഷിച്ചു. അത് 5000 മൂല്യങ്ങൾ അടിച്ചു മോനെ കപ്പ്. കപ്പുമായി വീട്ടിലെത്തിയപ്പോ ഉപ്പയുടെ മുഖം പാതില ഉദിച്ച ചന്ദ്രനെ പോലെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം എല്ലാവർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. നാം നമ്മുടെ കഴിവ് തിരിച്ചറിയണം എന്നേ ഉള്ളൂ. വിജയം പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ദാസ.